Enumerate all other angles of the parallelogram ABCD given below. അപ്പോൾ ഈ തന്നിരിക്കുന്ന പാരലലോഗ്രാമിന്റെ 3 ആംഗിളുകൾ നമ്മൾ കണ്ടെത്തണം. ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. അപ്പൊ എന്താണ് ഒരു പാരലോഗ്രാം? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമായിട്ടുള്ള ഫിഗേഴ്സിനെയാണ് പാരലോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ എ ബിയും സി ഡിയും ഈക്വൽ ആണ്, പാരലൽ ആണ്. അതുപോലെ തന്നെ എ ഡിയും ബി സിയും ഈക്വൽ ആണ്, പാരലൽ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. ഏതൊരു പാരലലോഗ്രാമിന്റെയും ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എ 60 ഡിഗ്രി ആണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സി ആണ്. അപ്പൊ ആംഗിൾ സി എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആണ്. അതുപോലെ തന്നെ ഈ ലൈനിനെ നിങ്ങൾ ഒരു ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുക. അപ്പോ രണ്ട് പാരലൽ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ കോ ഇന്റീരിയർ ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ കൂടെ 120 കൂട്ടുമ്പോഴാണ് നമുക്ക് 180 കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഈ 60ഉം 120ഉം കൂടെ കൂട്ടുമ്പോൾ എന്താണ് കിട്ടേണ്ടത്? 180 ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എത്രയായിരിക്കും? ആംഗിൾ ബിയും 120 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അല്ലെങ്കിൽ കോ ഇന്റീരിയർ ആംഗിളിന്റെ റൂൾ നോക്കിയാൽ ഇവിടെ 120 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി 3 ആംഗിളും കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ചെറിയ ഒരു ചേഞ്ച് വരുത്തുവാണ്. ഈ ആംഗിളെ 50 ഡിഗ്രി ആക്കുന്നു. ഇനി മറ്റ് 3 ആംഗിൾസ് എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.